SIP സ്റ്റോപ്പ് ചെയ്യണോ, SIP പോസ് ചെയ്യണോ, SIP കണ്ടിന്യൂ ചെയ്യണോ, ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, ഇങ്ങനെയുള്ള 4 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും എല്ലാ ആളുകൾക്കും ഉള്ളത്. 2024 സെപ്റ്റംബർ മാസത്തിന് ശേഷം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആരംഭിച്ചിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അറിയാം, ഇതുവരെ ഒരു പോസിറ്റീവ് റിട്ടേൺ അവരുടെ പോർട്ട്ഫോളിയോ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. 80 ഇതൊന്നും പ്രൈസ് ആയിട്ടുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടുന്നത് ഇപ്പോൾ 125 യൂണിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നേരത്തെ കിട്ടിയത് 100 യൂണിറ്റ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ 125 യൂണിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സ്വർണ്ണത്തിന് വില കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സ്വർണം വാങ്ങി വെക്കും അല്ലെ. സ്ഥലത്തിന് വില കുറയുമ്പോൾ നമ്മൾ ആ സ്ഥലം വാങ്ങാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതൊക്കെ 2020 കൊറോണ ഈ സമയത്ത് നമ്മൾ എല്ലാവരും വിചാരിച്ച എന്താണ്, ലോകം തകർന്നുപോയി അല്ലെ, മാർക്കറ്റുകൾ തകർന്നുപോയി, ഇനി തിരിച്ച് കയറില്ല എന്ന് വിചാരിച്ചു. കാരണം മാർച്ചിൽ 2020 മാർച്ച് മാത്രം 40% കറക്ഷനാണ് കണ്ടത്. 2024 സെപ്റ്റംബർ മാസത്തിന് ശേഷം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആരംഭിച്ചിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അറിയാം, ഇതുവരെ ഒരു പോസിറ്റീവ് റിട്ടേൺ അവരുടെ പോർട്ട്ഫോളിയോ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇതൊന്നുമല്ലല്ലോ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കേട്ടിട്ടുള്ളത്. 30%, 20% കിട്ടുന്ന വലിയ ഫണ്ട്സ് ഉണ്ട്. നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 6% കിട്ടുന്നുള്ളൂ. എന്നാൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 12%, 15% ഒക്കെ കിട്ടുമെന്നുള്ള കഥയാണല്ലോ കേട്ടത്. പക്ഷേ എന്താണ് എനിക്കിപ്പോൾ സംഭവിക്കുന്നത്? ഇനി ഞാൻ ഇത് തുടരണോ, SIP സ്റ്റോപ്പ് ചെയ്യണോ, അതോ ഈ സമയം ബുദ്ധിപൂർവ്വം പോസ് ചെയ്ത് മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻവെസ്റ്റേഴ്സും. വലിയ പാനിക്കായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? SIP സ്റ്റോപ്പ് ചെയ്യണോ, കണ്ടിന്യൂ ചെയ്യണോ, പോസ് ചെയ്യണോ, അതോ വലിയ ലംസം എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ? ഇതെല്ലാം തന്നെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. എൻ്റെ പേര് തനേഷ് മുരളി. ഗ്രോവൽ എന്ന സ്ഥാപനം നടത്തി വരുന്നു. ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നു, ഒപ്പം ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഉപകാരപ്രദമായി മാറട്ടെ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. നിലവിലെ മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആളുകളും പ്രവാസികളായിരിക്കും. ഇന്ന് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്താണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ സങ്കീർണമായ ഒരവസ്ഥയിൽ കൂടിയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ തന്നെ പ്രതീക്ഷിക്കാത്ത വലിയൊരു മാറ്റം സംഭവിച്ചു. ഇറാനും ഇസ്രയേലും മാത്രമായി മാറുന്ന യുദ്ധമായിരുന്നെങ്കിൽ ഇന്നത് അമേരിക്ക കൂടി ഇടപെടുന്നു. അതിനുശേഷം അത് ഗൾഫ് രാജ്യങ്ങൾ കൂടി എഫക്റ്റ് ആവുന്നു. അങ്ങനെ ഒരു പീരീഡിൽ നിൽക്കുമ്പോഴാണ് ഹോർമൂസ് കടലിലേക്ക് അടഞ്ഞു പോകുന്നത്. അത് ഇന്ത്യയെ ബാധിക്കുന്നു. അങ്ങനെ ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ എല്ലാ മാർക്കറ്റുകളും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മാർക്കറ്റുകളും ലിങ്കാണ്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല കേട്ടോ, US മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റും ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഒരു കറക്ഷൻ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ നിഫ്റ്റി 50 എന്ന സൂചിക, അതായത് ആദ്യത്തെ 50 കമ്പനികളുടെ ആവറേജിന് നമുക്ക് നിഫ്റ്റി 50 സൂചിക എന്നാണ് വിളിക്കുന്നത്. ഈ നിഫ്റ്റി 50 26,300 എന്ന പീക്കിൽ നിന്നും ഇന്ന് മാർച്ചിൽ ഏറ്റവും അവസാനം എത്തി നിൽക്കുമ്പോൾ അത് 23,100 എത്തി നിൽക്കുകയാണ്. അതായത് ഏകദേശം 12 മുതൽ 13% വരെയുള്ള കറക്ഷൻ ഈ പീരീഡിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇത്രയധികം ചേഞ്ച് സംഭവിച്ചത്. ഒരുപക്ഷെ 10, 12, 15% ഒക്കെ റിട്ടേൺ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇപ്പോൾ കിട്ടുന്നത് ചിലപ്പം 0%, 1%, ഒരുപക്ഷെ നെഗറ്റീവും ആയിരിക്കാം. അതിന് പ്രധാനപ്പെട്ട റീസൺ ഈ ഇടിവ് തന്നെയാണ്. അതായത് മൊമെന്റം ഫേസിൽ നിന്ന് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് എത്തി നിൽക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും ശരിക്കും എങ്ങനെയാണോ ഒരു SIP ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് SIP എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകൂ. അതുകൊണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് SIP എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നും എങ്ങനെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് ആദ്യം നോക്കാം. ഒരു 10,000 രൂപയുടെ SIP ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്രയോ യൂണിറ്റ്സ് കിട്ടുന്നുണ്ടാവും അല്ലേ. ചില ആളുകൾക്ക് 100 യൂണിറ്റ്സ് കിട്ടുന്നുണ്ടാവും, ചില ആളുകൾക്ക് 90 യൂണിറ്റ്സ് കിട്ടുന്നുണ്ടാവും, ചിലർക്ക് 200 യൂണിറ്റ്സ് കിട്ടുന്നുണ്ടാവും. അതെങ്ങനെയാണ് പലർക്കും പല യൂണിറ്റ്സ് കിട്ടുന്നത്? ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെയും NAV ഡിഫറൻ്റ് ആയിരിക്കും. NAV എന്ന് പറഞ്ഞാൽ അത് ആ യൂണിറ്റിൻ്റെ തുകയെ നമുക്ക് NAV എന്ന് വിളിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്ന പോലെ ഒരു 100 റുപ്പീസ് ആണ് NAV പ്രൈസ് എങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 റുപ്പീസിൻ്റെ SIP ചെയ്യുന്ന ആൾക്ക് 100 യൂണിറ്റ്സ് കിട്ടുന്നു, NAV പ്രൈസ് 100 ആയതുകൊണ്ട്. പക്ഷേ ഇതാണ് മാർക്കറ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ വാച്ച് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കും. -3, -5, -10 ഒക്കെ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത സങ്കടവും വിഷമവും ഒക്കെ തോന്നും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഈ സമയത്ത് നമ്മുടെ NAV പ്രൈസ് കുറഞ്ഞിരിക്കുകയാണ്. അതായത് 100 രൂപയ്ക്ക് NAV കിട്ടിക്കൊണ്ടിരുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ NAV 90 ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 80 ആയിട്ടുണ്ടാകാം. അപ്പോൾ 80 NAV പ്രൈസ് ആയിട്ടുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടുന്നത് ഇപ്പോൾ 125 യൂണിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നേരത്തെ കിട്ടിയത് 100 യൂണിറ്റ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ 125 യൂണിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സ്വർണ്ണത്തിന് വില കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സ്വർണം വാങ്ങി വെക്കും അല്ലേ. സ്ഥലത്തിന് വില കുറയുമ്പോൾ നമ്മൾ ആ സ്ഥലം വാങ്ങാൻ ശ്രമിക്കും. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതൊരു അസറ്റാണ്, ഇതെല്ലാം ഭാവിയിൽ വില കൂടും എന്ന് നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടോ ഇക്വിറ്റി വില കുറയുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ശരിക്കും ഈ സമയത്തും ചെയ്യേണ്ടത് അതേ സൈക്കോളജി തന്നെയാണ്. ഇക്വിറ്റിയുടെയും വില കുറയുമ്പോൾ നമ്മൾ അത് വാങ്ങിച്ചു വെക്കുക. നാളെ വില കൂടുമ്പോൾ അത് നമ്മുടെ ഇരിക്കുന്ന യൂണിറ്റ്സിൻ്റെ വില കൂടുന്നു. അന്നേരമാണ് നമുക്കതിൻ്റെ
പ്രോഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ സമയവും കടന്നു പോകും എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം പറയാൻ കൊള്ളാം, പക്ഷേ രാവിലെ എഴുന്നേറ്റ് പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ടെൻഷൻ അല്ലേ, ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകാം. ഈ സമയം പോർട്ട്ഫോളിയോ വാച്ച് ചെയ്യുന്നത് കുറച്ച് മാറ്റി വെക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇത് സ്വാഭാവികമാണ്. ഇന്നൊരു 12-13% കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാനിത് പ്രതീക്ഷിക്കുന്ന അതിന് മുകളിലേക്കും കറക്ഷൻ സ്വാഭാവികമായിട്ടും പോകും എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 20% കറക്ഷൻ നമ്മൾ കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ കണ്ടത് 8-9 തവണയൊക്കെയാണ്. അതായത് 20% മുകളിലേക്ക് ഒരുപാട് തവണ കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, SIP ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ആളുകളെ സംബന്ധിച്ച് അവരൊക്കെ കണ്ടിട്ടുള്ള മാർക്കറ്റ് വളരെ മുകളിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന ഒരു മാർക്കറ്റ് മാത്രമാണ് അവർ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ വന്നിട്ടുള്ള പല ആളുകളും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷമാണ്. ശരിക്കും കൊറോണയ്ക്ക് ശേഷം ഒരു 2-3 വർഷം 2020-24 സെപ്റ്റംബർ വരെ മാർക്കറ്റ് മുകളിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും നമുക്കൊരു പോസിറ്റീവ് റിട്ടേൺ, നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും ഗ്രീൻ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു മാർക്കറ്റ് ലോകത്തിൽ ഒരിക്കലും കിട്ടുന്നതല്ല. വളരെ റെയറായിട്ട് മാത്രമാണ് അങ്ങനെയുള്ളൊരു പീരീഡിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക. 2008 മുതൽ 2012 വരെ അല്ലെങ്കിൽ 2010-14 ഈ ഒരു സമയത്തുകളിലൊക്കെ തന്നെ 3-4 വർഷം തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കൺസോളിഡേഷൻ ഫേസ് ആയിരുന്നു. മാർക്കറ്റ് അനങ്ങാതെ നിശ്ചലമായി കിടന്ന അവസ്ഥയുണ്ടായിരുന്നു. 0% റിട്ടേൺ, ഫ്ലാറ്റ് മാർക്കറ്റ്. പക്ഷേ അതൊക്കെ ഉണ്ടായിട്ടും ആ സമയങ്ങളിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് 5ാമത്തെ വർഷമായപ്പോൾ അത് 50% മുകളിലേക്കും 100% മുകളിലേക്കും ഒക്കെ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കറക്ഷനിലും ഇങ്ങനെയുള്ള 20% കറക്ഷൻ സംഭവിക്കുമ്പോഴും മാർക്കറ്റ് പതിയെ കയറുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളത്. 2020 കൊറോണ ഈ സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ച എന്താണ്, ലോകം തകർന്നുപോയി അല്ലേ, മാർക്കറ്റുകൾ തകർന്നുപോയി, ഇനി തിരിച്ച് കയറില്ല എന്ന് വിചാരിച്ചു. കാരണം മാർച്ചിലുണ്ട് 2020 മാർച്ചിൽ മാത്രം 40% കറക്ഷനാണ് കണ്ടത്. ഒരു 10 ലക്ഷം രൂപ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഒറ്റ മാസം കൊണ്ട് തന്നെ 40% നെഗറ്റീവ് റിട്ടേൺ ആവുന്ന കാഴ്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. 2022 റഷ്യ-യുക്രൈൻ വാർ തുടങ്ങിയ സമയത്തും 20% കറക്ഷൻ ഉണ്ടായി. അതിന് തൊട്ട് മുമ്പ് 2018 പോയാലും ഇതേ കറക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. 2008 ഫിനാൻഷ്യൽ ക്രൈസിസിൽ മോർ ദാൻ 20% കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയങ്ങളൊക്കെ നമ്മൾ തിരിച്ചു വന്നത് വലിയ ഫാസ്റ്റായിട്ട് തന്നെയാണ്. ഇനിയും നമുക്ക് കാര്യത്തിലേക്ക് വരാം. SIP സ്റ്റോപ്പ് ചെയ്യണോ, SIP പോസ് ചെയ്യണോ, SIP കണ്ടിന്യൂ ചെയ്യണോ, ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, ഇങ്ങനെയുള്ള 4 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും എല്ലാ ആളുകൾക്കും ഉള്ളത്. SIP സ്റ്റോപ്പ് ചെയ്യുന്നതിനെ പറ്റി തന്നെ ആദ്യം പറയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ NAV പ്രൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് വളരെ ചുരുങ്ങിയ പ്രൈസിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രൈസിലല്ല, അതിനെക്കാട്ടിൽ താഴ്ന്ന പ്രൈസിലാണ്. അതൊരു ഓഫർ പ്രൈസ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾ SIP സ്റ്റോപ്പ് ചെയ്താൽ വലിയ നഷ്ടം അല്ലെങ്കിൽ റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാതെ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് വാങ്ങിച്ച് വെക്കുക. നാളെ റിക്കവർ ആകുമ്പോൾ മാർക്കറ്റ് കറക്ഷനൊക്കെ മാറ്റി റിക്കവർ ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു പോസിറ്റീവ് നിങ്ങൾ പോർട്ട്ഫോളിയോ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ സമയത്തും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു കാരണവശാലും മാർക്കറ്റ് താഴ്ന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റുപ്പി കോസ്റ്റ് ആവറേജിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. SIP പോസ് ചെയ്യണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ സമയത്തൊക്കെ SIP പോസ് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല ബെറ്റർ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാണ് അത് ബെറ്ററായി മാറുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓഫർ പീരീഡാണ്. ഈ ഓഫർ പീരീഡിൽ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചാൽ ആ ഒരു 4-5 മാസം ഒരു പക്ഷേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നില്ല. ഈ കുറഞ്ഞ പ്രൈസിൽ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന യൂണിറ്റ്സ് പണ്ട് വാങ്ങിച്ച് വെച്ചാൽ വില കൂടിയ യൂണിറ്റ്സ് അല്ലേ, ആ യൂണിറ്റ്സിൻ്റെ പ്രൈസ് എല്ലാം നാളെ മേലോട്ട് കയറുമ്പോൾ കിട്ടുന്നുള്ളൂ. കുറഞ്ഞ സമയത്ത് വാങ്ങിക്കാൻ ആവറേജിന് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു സമയത്തും നിങ്ങൾ പോസ് ചെയ്യാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. SIP കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങൾ SIP കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു കണക്കുണ്ട് അല്ലേ, ഒരു 15% റിട്ടേൺ ഒക്കെ മാർക്കറ്റ് ചെയ്യുന്ന ലോങ് ടൈമിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 15,000 റുപ്പീസിൻ്റെ SIP ചെയ്യുന്ന ആൾ 15 ഇയർ കൊണ്ട് അതൊരു 1 CR ആകുന്നുണ്ട്. പക്ഷേ ഈ 1 CR എത്താൻ എത്ര ശതമാനം ആളുകൾ കൊണ്ട് പറ്റുമെന്ന് അറിയാവും? ഇന്ത്യയിലെ കണക്കനുസരിച്ച് വെറും 5% ആളുകൾ മാത്രമാണ് ഈ 1 CR ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം ഇത് തന്നെയാണ്, അജ്ഞത. മനസ്സിലാക്കാതെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ആരോ പറഞ്ഞു എന്നാൽ തുടങ്ങിയേക്കാം, അപ്പോഴാണ് മാർക്കറ്റ് ഡൗൺ ആകുന്നത്, എന്നാൽ പിന്നെ നിർത്തിയേക്കാം. ഇതാണ് പലരുടെയും ചിന്ത. ഈ ചിന്തയുടെ പുറത്ത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ, നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് SIP കണ്ടിന്യൂ ചെയ്ത് ഈ 1 CR നിങ്ങൾ ആഗ്രഹിച്ച ഗോളിലൊക്കെ എത്തണമെങ്കിൽ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. ഇത് ആരും അല്ലെങ്കിൽ പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള പല വീഡിയോയിലും കണ്ട പോലെ 15% റിട്ടേൺ, 20% റിട്ടേൺ ഇതെന്നൊക്കെ പറയുമ്പോൾ ഇത് കിട്ടും. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കറക്ഷൻ ഫേസിലും ഇതിൻ്റെ കൂടെ യാത്രകാലം കിട്ടും. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്ററാണ്. ഈ പേഷ്യൻസ് ഇല്ലാതെ നിങ്ങൾ
ഇത് കാണാനുള്ള സൈക്കോളജി നിങ്ങൾക്കില്ല എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതേണ്ടത് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും, ഞാനിത് സ്റ്റോപ്പ് ചെയ്യില്ല, ഇതൊക്കെയാണ് മാർക്കറ്റ്, എനിക്കിത് അറിയാം, കറക്ഷൻ സമയത്തും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും, നല്ല റിക്കവർ ആകുമ്പോൾ എനിക്ക് അതിൻ്റെ മെച്ചം ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ സാധിക്കൂ. ലംസം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ട നല്ല സമയമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. എൻ്റെ ഒരു 10 ലക്ഷം രൂപയുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, മാർക്കറ്റ് ഡൗൺ അല്ലേ, നല്ല സമയമല്ലേ എന്ന് ചിന്തിക്കാം. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മാർക്കറ്റ് ഡൗൺ ആകുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, മാർക്കറ്റ് തിരിച്ച് കയറുന്ന സമയത്ത് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ നമുക്കറിയില്ലല്ലോ മാർക്കറ്റ് ഇനി എത്ര നാൾ ഇനിയും ഇടിയുമോ അല്ലെങ്കിൽ നാളെ കയറുമോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ ബുദ്ധിപരമായിട്ട് വളരെ വൈസായിട്ട് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യണം? നിങ്ങളിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആ 3 ഡിവൈഡ് ചെയ്തിട്ട് 1%, 1 പാർട്ട് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി വരുന്ന 2 പാർട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് നാളെ റിക്കവർ ചെയ്യുന്ന സമയങ്ങളിൽ പതിയെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ സമയത്ത് ബൾക്കായിട്ടൊരു എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ STP പോലെയുള്ള STP യൂസ് ചെയ്യുക. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ, ലിക്വിഡ് ഫണ്ടിലോ ഡെപ്റ്റ് ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പോർട്ട്ഫോളിയോയിലേക്ക് അത് സ്വിച്ച് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ഈ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഹൂ ഷുഡ് വെറി ദിസ് ടൈം എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലേ. എല്ലാവർക്കും ഈ പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് പറയുമ്പോഴും വെറി ചെയ്യേണ്ട ഒരു കൂട്ടം ആൾക്കാർ കൂടിയുണ്ട്. അതാരാണ് എന്ന് കൂടി നമുക്ക് വിശദമായി നോക്കാം. നിങ്ങൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ഒന്നും ചെയ്യാതെ നിങ്ങൾ ഏറ്റവും മികച്ച കുറേ ഫണ്ട്സിൻ്റെ ലിസ്റ്റൊക്കെ എടുത്ത് ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് വന്ന കുറച്ച് മ്യൂച്വൽ ഫണ്ട്സിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ്, മീഡിയം ടൈം ഇൻവെസ്റ്റേഴ്സ്. ഒരു 5 വർഷത്തിന് താഴെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് എങ്കിൽ നിങ്ങൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്ററാണ്. ഒരു 5 മുതൽ 10 വർഷം പീരീഡ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു മീഡിയം ടൈം ഇൻവെസ്റ്ററാണ്. ലോങ് ടൈം ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ 10 വർഷത്തിന് മുകളിലോട്ടായിരിക്കണം നിങ്ങളുടെ ഹൊറിസോൺ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്ററാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിറച്ച് ഹൈ റിസ്ക് ആയിട്ടുള്ള സ്മോൾ ക്യാപ് ഫണ്ടും മൾട്ടി ക്യാപ് ഫണ്ടും മിഡ് ക്യാപ് ഫണ്ടും പോലെ അല്ലെങ്കിൽ സെക്ടോറിയൽ വൈസ് ഉള്ള ഫണ്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യും, അത് ചേഞ്ച് ചെയ്യേണ്ടിയും വരും. പക്ഷേ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റർ ആണ്, നിങ്ങളുടെ പോർട്ട്ഫോളിയോ ലോങ് ടൈം ഫണ്ട്സ് ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വെറിയിടേണ്ട ആവശ്യമില്ല. ഈ സമയം കടന്നു പോകും. ഈ സമയത്ത് ഇതൊരു അവസരമായി കണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് യാത്ര തുടരുക. സോ ഈ സമയം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്കറിയുന്ന പോലെ തന്നെ മാർക്കറ്റ് ഒരു 13% കറക്ഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഒക്കെ തന്നെ പ്രവചിക്കുന്നത് 2026-27 ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി 50യുടെ വാല്യൂ ഒരു 29,000 എത്തിച്ചേരുമെന്നാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് ന്യൂസ് നമുക്ക് എപ്പോഴും ഉണ്ട്. അത് മാത്രമല്ല ഈ ലോകത്തിൽ തന്നെ ഏറ്റവും എക്കണോമിയിൽ GDP ഗ്രോത്ത് മുമ്പിൽ നിൽക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഇന്ത്യയിലെ സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ലോങ് ടൈമിലേക്ക് വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതേപോലെയുള്ള നിരവധി കറക്ഷൻസ് നമ്മുടെ യാത്രയിൽ സ്വാഭാവികമായിട്ടും കണ്ടേ പറ്റൂ. ഇത് കണ്ണടച്ച് ഇരുട്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് വെറി ആവാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക. ഏതൊരു കറക്ഷൻ സമയത്തും അതൊരു റിക്കവർ ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു 6 മാസവും 1 വർഷം വരെയൊക്കെയാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വലിയൊരു ഗ്രോത്ത് നിങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോസിറ്റീവായിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. താങ്ക് യു.